ഞാൻ മിസ്റ്റർ ശിവാജി റാവുവിന്റെ 1 കൊല്ലം ജൂനിയറാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് 1 കൊല്ലം ജൂനിയർ. ഒരു ദിവസം എൻ്റെ കയ്യിലൊരു ചെറിയൊരു ഇൻഡു സുസുക്കി മോട്ടോർ സൈക്കിളേ ഉള്ളൂ, കാറൊന്നുമില്ല. ഞാൻ രാത്രി ഏതൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു 10-10:30 മണി ആയിട്ടുണ്ടാവും. ബൈക്ക് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഫുട്പാത്തിലോട്ട് വന്നപ്പോഴത്തേന് ബൈക്ക് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കാൻ സ്റ്റാൻഡിലോട്ട് എന്താ ഇടുക, പെട്ടെന്നൊരു ബെൻസ് കാർ വന്ന് മുമ്പിൽ ഇങ്ങനെ നിന്ന്. ഓ എൻ്റെ അമ്മ, ബെൻസ് കാറ്, പുത്തൻ കാറ്, കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടൊക്കെ ഇട്ടിട്ട് ശിവാജി റാവു. ഞാൻ അദ്ദേഹത്തെ രജനീകാന്ത് എന്ന് വിളിച്ചിട്ടില്ല. അപ്പോൾ ഈ ഫിലിം ഷൂട്ടിൽ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടും മറ്റേ വുഡ്ലാൻഡ്സ് ഡ്രൈവിൽ കാപ്പു. അപ്പോൾ നമ്മൾ എന്നെ കണ്ടാൽ ആ ജോസ് ബായ്, ആ ഒരു വലിയ നല്ല കോർഡിയൽ റിലേഷൻഷിപ്പ് പലപ്പോഴും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചാടി പുറത്തിറങ്ങി അങ്ങേര അവിടെ ഒരു ഈ മീട്ട പാനില്ല, എന്താ പാൻ, മീട്ട പാൻ മേടിക്കാം. പുറകിൽ സുമലതയിരിക്കുന്നു. അപ്പൊ ശിവാജി റാവു പുറത്തിറങ്ങിയപ്പോ തന്നെ അവരും ഇറങ്ങി. അപ്പൊ പുള്ളി കൈ കാണിച്ചു, കൂടെ അംബരീഷും ഇറങ്ങി ഫുട്പാത്തില്. രാത്രി 10:30-11 മണിയായപ്പോ ഞങ്ങള് ഇവിടെ ഫിലിം ചേംബറിൽ സ്റ്റുഡൻസ് ആയിരുന്നു, ഒപ്പം പഠിച്ചതാണ്. ജോസ് ബായ് ഇസ് ഡൂയിങ് മലയാളം മൂവീസ്. ആ പൊളൈറ്റ്നെസ്, ആ ഹംബിൾനെസ്, ആ രാത്രി ആണെങ്കിലും ആ ഹീറോയിൻ്റെ കൂടെ ആണെങ്കിലും ആ അംബരീഷ് സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ആണെങ്കിലും അങ്ങനെ അതൊന്നും നമ്മളെടുത്ത് ആ പഴയ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒപ്പം പഠിച്ച കോർഡിയൽ ബന്ധം. അത് കഴിഞ്ഞിട്ട് പലപ്പോഴും കല്യാണം, റിസപ്ഷൻ, അടയാർ പാർക്കലെല്ലാം കണ്ടിട്ടുണ്ട്. അങ്ങേര് ആ ജോസ് ബായി എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കാതെ അങ്ങനെ ഒരിക്കലും ഒച്ചയെടുക്കാതെ പോയിട്ടില്ല. അത് പറയണേ പല പല ഇൻസിഡൻസുകളുണ്ട്. ഈസ് എ വെരി ജെന്യുവൻ പേഴ്സൺ. അത് റിച്ച് ആയിക്കോട്ടെ, ഫെയിം ആയിക്കോട്ടെ, എന്തുവെന്ന് പറഞ്ഞാൽ അങ്ങർക്ക് ആ ജെന്യുവിനിറ്റി, ആ അത് വളരെ റെയർ ആയിട്ടൊക്കെ നമുക്കത് പ്രത്യേകിച്ച് സിനിമയിൽ കാണാൻ പറ്റുള്ളൂ.